അബ്രാഹമിൻ്റെ ആട്ടിടയന്മാരും ലോത്തും തമ്മിൽ വഴക്കായി. ആ വഴക്ക് തീർക്കാൻ വേണ്ടി അബ്രാഹം പറഞ്ഞു, എന്നാൽ നമ്മുടെ സ്വത്ത് പങ്കിടാം, ലോത്തിനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. ഈ തീരുമാനമനുസരിച്ച് ലോത്ത് വലതുഭാഗത്തുള്ള ഭൂമി തിരഞ്ഞെടുത്തു. ജോർദാൻ നദീതടത്തിലുള്ള സോദോം എന്നും ഗൊമോറ എന്നുമുള്ള പ്രദേശമായിരുന്നു ലോത്ത് തിരഞ്ഞെടുത്തത്. ലോത്ത് തൻ്റെ ആടുമാടുകളും മറ്റു മുതലുകളുമെല്ലാം അങ്ങോട്ട് മാറ്റി അവിടെ കുടുംബസമേതം താമസമാക്കി. അങ്ങനെ താമസിച്ചു വരുമ്പോൾ കിഴക്ക് നിന്ന് വന്ന ഒരു കൂട്ടം അക്രമികൾ സോദോം ഗൊമോറയെ ആക്രമിച്ചു. അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി. ലോത്ത് ഉൾപ്പെടെ അക്കൂട്ടത്തിൽപ്പെട്ടു. ലോത്തിൻ്റെ വിധി, ആ രണ്ട് നഗരങ്ങളുടെയും ദുസ്ഥിതി ഇവയറിഞ്ഞപ്പോൾ അബ്രാഹമിന് വലിയ ദുഃഖമുണ്ടായി. എത്ര സമാധാനശീലനാണെങ്കിലും അക്രമികളെ നേരിടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഉള്ള ശക്തി അത്രയും സംഭരിച്ച് അദ്ദേഹം പലസ്തീൻ്റെ അറ്റത്തേക്ക് നീങ്ങി. ശക്തമായി തന്നെ ശത്രുക്കളെ നേരിട്ട് അവരെ പറ്റെ തോൽപ്പിക്കുകയും ചെയ്തു. ആ വിജയം കൊണ്ട് അബ്രാഹമിന് വലിയ ബഹുമതി ലഭിച്ചു. വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന അബ്രാഹമിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ആ പ്രദേശത്തുള്ള ഭരണാധികാരികൾ എല്ലാവരും കൂടി. ശത്രുക്കളുടെ ആക്രമണത്താൽ വളരെയേറെ ദുരിതമനുഭവിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ച് വിജയം വരിച്ച അബ്രാഹമിന് അനുമോദനം അർപ്പിക്കാൻ അവർ എത്തി. അക്കൂട്ടത്തിൽ സലേയിലെ രാജാവായ മൽക്കീസദേക്കും ഉണ്ടായിരുന്നു. ഒരു പുരോഹിതനും കൂടിയായിരുന്നു അദ്ദേഹം. അത്യുന്നതനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാനായി ഒരു ബലി അർപ്പിക്കുവാൻ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തി. ജെറുസലേമിനടുത്തുള്ള ആ താഴ്വരയിൽ പെട്ടെന്നൊരു ബലിപീഠം ഉണ്ടാക്കപ്പെട്ടു. അബ്രാഹവും പട്ടാളക്കാരും ബലിപീഠത്തിന് ചുറ്റും ചൂടുള്ള മണ്ണിൽ മുട്ടുകുത്തി. പുരോഹിതനായ രാജാവ് ബലിപീഠത്തിന് മുൻപിൽ നിന്ന് ഒരു അപ്പം കയ്യിലെടുത്ത് ഭക്തിയാദരപൂർവ്വം മുകളിലേക്ക് ഉയർത്തി. അതിനുശേഷം ഒരു കോപ്പയിൽ വീഞ്ഞെടുത്ത് അതും അദ്ദേഹം അത്യുന്നതനായ ദൈവത്തിന് കാഴ്ചവെച്ചു. ആ ബലിയർപ്പണത്തിൽ ദൈവത്തിൻ്റെ അത്യുന്നതനായ പുരോഹിതൻ അബ്രാഹമിനെ അനുഗ്രഹിച്ചു. നന്ദിപൂർവ്വം അബ്രാഹം പിടിച്ചെടുത്ത എല്ലാറ്റിൻ്റെയും ദശാംശം മൽക്കീസദേക്കിന് കൊടുക്കുകയും ചെയ്തു. പഴയ നിയമകാലത്ത് ദൈവത്തിന് അപ്പവും വീഞ്ഞും അർപ്പിക്കുവാൻ അർഹതയുള്ള ഏക പുരോഹിതൻ മൽക്കീസദേക്ക് മാത്രമായിരുന്നു. ദൈവത്താൽ പ്രചോദിതനായ സങ്കീർത്തകനാണല്ലോ ദാവീദ്. പുരോഹിതനായ ഈ രാജാവിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് സത്യം ചെയ്തിട്ടുണ്ട്, അവിടുന്ന് അതിനെപ്പറ്റി പശ്ചാത്തപിക്കുകയില്ല. മൽക്കീസദേക്കിനെ പോലെ അങ്ങ് എന്നും ഒരു വൈദികനായിരിക്കും. വിശുദ്ധ പൗലോസ് മൽക്കീസദേക്കിനെ പറ്റി പറയുന്നു, ആ പേര് അർത്ഥമാക്കുന്നത് പോലെ അദ്ദേഹം നീതിയുടെ ഒരു രാജാവാകുന്നു. കൂടാതെ അദ്ദേഹം സലാമീൻ്റെയും രാജാവാകുന്നു. ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൽ സമാധാനത്തിൻ്റെ രാജാവായിരിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ മൽക്കീസദേക്ക് ഒരു സമാധാനത്തിൻ്റെ മുഖ്യ പുരോഹിതനും രാജാവുമായിരുന്നു.